നമസ്കാരം. ഇന്ന് നമ്മുടെ 113ാമത്തെ എപ്പിസോഡിലാണ്. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ കാരണം ഇന്നൊരു എപ്പിസോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം മാളവിക എച്ച് വാര്യർ എന്നും പറഞ്ഞ ഒരു കുട്ടി ഡാൻസ് ഡ്രസ് ഇട്ട് ഒരു മെലിഞ്ഞൊരു കുട്ടി 1ാം നമ്പറായിട്ട് അതിൻ്റെ ഏതാ നമുക്ക് ഈ മത്സരത്തിന് പങ്കെടുക്കാനുള്ള നമ്പറില്ലേ, അതാണ് ആ കുട്ടിയുടെ. അതിൻ്റെ കൂടെ ഒരു കസേരയിലിരുന്നുകൊണ്ട് ആ കുട്ടിയുടെ ഒരു അച്ഛൻ ആ കൊച്ചിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ആ അച്ഛൻ്റെ വാത്സല്യവും ആ മോളുടെ സ്നേഹവും കണ്ടിട്ട് ഞാൻ ബെസ്റ്റ് വിഷസ് ഇട്ടു. അപ്പം ഞാൻ അതിന് ആ മാളവിക എച്ച് വാര്യർ എന്ന് പറഞ്ഞ ആ കുട്ടി ആയിരിക്കണം, ആ കുട്ടിയുടെ പേരങ്ങനെയാണ് കണ്ടത്. ഞാൻ ബെസ്റ്റ് വിഷസ് ഇട്ട് ഒരു കൈകൂപ്പിക്കൊണ്ടൊരു താങ്ക്സ് പറഞ്ഞു. ഞാൻ അതിനൊരു മറുപടി ഇടാൻ വിചാരിച്ചു. നിൻ്റെ അച്ഛനോ നീ ചിലപ്പോൾ ഡാൻസ് മത്സരം വന്നാൽ അതിൻ്റെ സാരിയൊക്കെ കൊടുത്താണോ നിൽക്കുന്നത്, സാരിയല്ലോ എൻ്റെ ഡ്രസ്സില്ലേ, അത് തോറ്റുപോയാലും നിൻ്റെ അച്ഛൻ നിനക്ക് തരുന്ന സ്നേഹത്തോളം വലുതൊന്നുമല്ല ആ സമ്മാനം. ഒരു പാവം അച്ഛനും ഒരു പാവം മോളും. പക്ഷെ ഞാൻ റിപ്ലൈ ഇട്ടിട്ട് മൊത്തം കിട്ടുന്നത് ഒരു ക്യാമറമാനും ഒരു കഥകളി ശില്പവും അതിൻ്റെ അപ്പുറത്തൊരുത്തരും നിൽക്കുന്നതിലേക്കാണ്. നമ്മൾ അവർക്ക് നേരിട്ട് റിപ്ലൈ അയക്കാൻ ഒക്കില്ല. കാരണം ഏതോ ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത് അത് ചെയ്തതാണത്. അവനെ ആ റിപ്ലൈ ചെയ്യാൻ, അവൻ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞേക്കാം. അവന് 6.1 ഫോളോവേഴ്സ് ഉണ്ട്. അവനോടുള്ള മറുപടിയാണിത്. ദയവ് ചെയ്ത് ആ കുട്ടിയെ മിസ്യൂസ് ചെയ്ത്. ഒത്തിരി മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകളുമാണത്. ഡാൻസിന് സമ്മാനം കിട്ടുമോ? നീ ഒരു ഫോട്ടോ എടുത്തിട്ട് നീ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് നിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒബ്ജക്റ്റ് ചെയ്യും. ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, ഒബ്ജക്റ്റ് ചെയ്യും. ഒരു മെസ്സേജ് പോലും ആ കുട്ടിക്ക് നേരിട്ടിടാൻ ഞാൻ നീ ഇട്ടപ്പോൾ അറിയാതെ അത് നേരിട്ടായിരുന്നു മെസ്സേജ്. കൈകൂപ്പിക്കൊണ്ട് അതിൻ്റെ അച്ഛൻ്റെ സ്ഥാനമൊന്നുമല്ല, വല്യപ്പൻ്റെ സ്ഥാനം എനിക്കിന്ന് കൂട്ടിക്കോ കേട്ടോ. ആ അച്ഛൻ്റെ ഫോട്ടോയും കണ്ടു, ഒരു പാവ അച്ഛനും മോളും. അപ്പം നീ എന്തെങ്കിലും ആ ഫേസ്ബുക്കിൽ കാണിച്ച് നിനക്ക് റിപ്ലൈ വരേണ്ട രീതിയിൽ നിന്നെ ഫോളോ ചെയ്യാനും നീ ഫോട്ടോ എടുത്ത് എന്ത് വേണം ചെയ്യുമോ. നിനക്ക് ഞാൻ കണ്ടിട്ടൊരു 30 വയസ്സിൽ താഴെയാണ്. ഫ്രോഡ് തരം കാണിക്കരുത് ഈ ഓൺലൈൻ ചാനൽ എവിടെയും. ഞാൻ 50 വയസ്സ് കഴിഞ്ഞ് 51-ലേക്കാണ് നീങ്ങുന്നത്. ഞാൻ ഇത് കൂട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്ത ഒരു 500 ഡയറക്ടേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും നാലെണ്ണക്കല്ല് പിടിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട്. അത് എനിക്ക് ആ കുട്ടിക്ക് എനിക്കൊരു മെസ്സേജ് ഇടണം. അത് ഞാൻ 50 പ്രാവശ്യം ടൈപ്പ് ചെയ്തു. ആ അച്ഛനോളം സ്നേഹത്തോളം വരില്ല അത് കൊച്ചു ഒരു പക്ഷെ തോറ്റു പോയാൽ ഞാൻ ഇടാനായിട്ട് അതിന് അത്രത്തോളം വരില്ല നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളും എന്ന് ഞാൻ ഇടാൻ. അത് ഈ ഫോട്ടോ എടുത്ത് അവൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എന്ത് ചാനലാണോ അവനോടാണ് ഞാൻ പറയുന്നത്, ആ ഫ്രോഡ് തരം നിർത്തണം. ഇറ്റ്സ് എ വാർണിംഗ്. ഇല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. ആ പരിപാടിയൊന്നും വേണ്ട. ആ കുഞ്ഞും അച്ഛനും ജീവിക്കട്ടെ. ഞാൻ ജീവിതം കണ്ടത്രയൊന്നും നീയൊന്നും കണ്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. അത് മാളവിക വാര്യർ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഇതായിരുന്നു. പക്ഷേ ആ പേര് വെച്ചാണ്, ഫേക്ക് ഐഡിയാണിത്. അതിനകത്ത് എന്തിനാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ പടമിട്ട് ഞാൻ റിപ്ലൈ ഇടേണ്ട വേറൊരു ഫോട്ടോഗ്രാഫർക്കോ ഒരു ഡയറക്ടർക്കോ ഒരു കഥകളിൽ ഇപ്പോഴത്തെ വെച്ച് അപ്പുറത്ത് രണ്ടാമന്മാർ റിപ്ലൈക്ക് മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഇങ്ങനെ കുറേ പാവം കുട്ടികളെ ഒന്ന് ചീറ്റ് ചെയ്ത് ജീവിക്കരുത്. എന്ത് നേടാനാണ്? നശിച്ചു പോകും കേട്ടോ. അതാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ കാരണം. ഇതെല്ലാം 100 കണക്കിന് കുട്ടികളുടെ ഡാൻസ് ഇതൊക്കെ ചെയ്ത് ചീറ്റ് ചെയ്യുന്നവരുണ്ട്. അത് എന്നാ AI എന്നും പറഞ്ഞില്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്, അതിട്ടിട്ട് റീച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം. ഇപ്പോൾ ഫേസ്ബുക്ക് ഇതെല്ലാം മനസ്സിലാക്കി. അതുകൊണ്ട് ഒരുത്തൻ്റെയും കാവടി നടക്കുകയില്ല, ഒരുത്തൻ്റെയും ഫേക്ക് കണ്ടൻ്റ് ഒന്നും എടുക്കുകയില്ല. അപ്പം ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിച്ച് എൻ്റെ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പം മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്തിടണം. അല്ലാതെ ക്യാമറ വെച്ച് കോടികൾ മുടക്കി ആരും രക്ഷപ്പെടില്ല, ലക്ഷങ്ങളും മുടക്കി. ഈ സാധാരണ നമ്മുടെ മൊബൈലിൽ ഇടുന്ന ഇത് തന്നെയാണ് ഇടേണ്ടത്. അതുകൊണ്ട് പറയുന്നതാണ്. എനിക്കെൻ്റെ മോളല്ല, കൊച്ചുമോളാണ്.
ഞാൻ മറുപടി ഇടുന്നത് എനിക്ക് വേറെ തന്നെ അതൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന് റീച്ച് കിട്ടണമെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ, ഇവൻ ഒരൊറ്റ ആൺകുട്ടികളുടെ അതിനകത്ത് ഇട്ടിട്ടില്ല. ഇവൻ ഇങ്ങനെ കുറേ പെൺകുട്ടികളിലിട്ട് എന്നോട് മറുപടി പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഫീൽഡിൽ ഇത്രയും കാലമായിട്ട് നിൽക്കുന്ന, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സത്യസന്ധമായിട്ട് നിന്നവനാണ്. ഒരു നെഗറ്റീവും വരാതെ. നെഗറ്റീവൊക്കെ പലരും നോക്കിയിട്ടുണ്ട്, ഒന്നും നടക്കില്ല. കാരണം ഞാൻ ചെയ്താലല്ലേ, തെറ്റ് ചെയ്താലല്ലേ. ഇപ്പോഴും ഞാൻ കാണണോ, ഞാൻ 5 കോടി രൂപയുടെ സിനിമയാണ് ചെയ്യുന്നത്. തെറ്റ് ചെയ്താൽ, ഞാൻ തെറ്റ് ചെയ്താൽ ചെയ്യാം. എന്തിന് ഒരു 500 ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാം നശിച്ചു പോയി. എനിക്ക് അന്നത്തെ പഴയ നടന്മാരും നടിമാരെയൊക്കെ അറിയാം. ഇച്ചിരി ഇങ്ങനെ നന്മയുള്ളവരാണ് ഇന്നും നിലനിൽക്കുന്നത്. മരിച്ചുപോയി സിദ്ദിഖ് സാറ് പോലും ഡയറക്ടർ ആ നന്മയുള്ളതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഞാനൊരു കുഞ്ഞിനെ കണ്ടിട്ടങ്ങനെ എനിക്ക് പോയിട്ട് അതിൻ്റെ റിപ്ലൈ നോക്കാൻ കാത്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അവൻ്റെ ചാനലാണ് വന്നത്. ആ കുഞ്ഞൊക്കെ ഒരു പാവമല്ലേ. നീ എന്ത് യൂസാണ് ചെയ്യാൻ പോകുന്നത്? എന്ത് നേടാനാണ്? ഇത്ര ഫിലിം ഫീൽഡ് നെഗറ്റീവായിട്ട് ഒന്ന് തിരിച്ച് കയറി വരിക. ഞാൻ ഇന്നലെ ഉത്തരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. എത്ര ഗ്രാൻഡായിട്ടാണത്, ഒരു നായകൻ പോലും ഇല്ലാതെ അത് പടം ചെയ്തേക്കുന്നത്. അതുപോലൊക്കെ ആരെങ്കിലും കയറി വരണ്ടേ. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.